ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം. അതും ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എനിക്ക് വെറുതെ ഇരിക്കുന്ന വല്യപ്പനെ പോയി ചോർന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇനി ഞാൻ പോയി അമ്മ ഉണ്ടാക്കിയ വെള്ളയപ്പം മുട്ടക്കറിയും കഴിക്കട്ടെ. കഴിക്കുന്ന സമയത്ത് ഫോൺ നോക്കില്ലെന്ന് അമ്മ പറയും, പക്ഷെ അമ്മയ്ക്ക് എന്തോ ആവാലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിലുള്ള കുറച്ച് സസ്യവൃക്ഷങ്ങളെ കാണിച്ചത്. ഈ കാണുന്നതാണ് ജാതിക്കാ മരം. ജാതിക്കയുടെ ഗുണങ്ങളെ പറ്റി എനിക്കറിയില്ല, അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. പറമ്പിൽ നിന്ന് മലന്ന് മേപ്പോട്ട് നോക്കുമ്പോഴത്തേക്കും മരത്തിനിടയ്ക്കൂടെ സൂര്യന്റെ വെളിച്ചം അടിക്കും. അപ്പൊ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഈ കാണുന്നതാണ് കുരുമുളക്, ഇംഗ്ലീഷിൽ പറഞ്ഞ പെപ്പർ. പെപ്പറിനൊക്കെ മാർക്കറ്റിൽ ഇപ്പൊ ഭയങ്കര ഡിമാൻഡ്. ഇത് നല്ല ഒന്നാന്തരം വരിക്കച്ചക്ക, ഏത് ജാക്ക് ഫ്രൂട്ട്, പക്ഷെ ഇത് നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ. പിന്നെ ഈ കാണുന്നതാണ് ആത്തച്ചക്ക, ഇംഗ്ലീഷ് ഇതിന് കസ്റ്റർഡ് ആപ്പിൾ എന്ന് പറയും. ആൻഡ് ഇതാണ് ചിക്കു എന്ന് വെച്ചാൽ സപ്പോർട്ട. ഇതിന്റെ ജ്യൂസ് അടിച്ചു കുടിക്കാൻ ബെസ്റ്റ് ആട്ടോ. ഈ നിൽക്കുന്നതാണ് പനിക്കൂർക്ക. പനിക്കൂർക്കയും തുളസി ഇട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ ജലദോഷം, കഫക്കെട്ട്, തുമ്മൽ ഇതൊക്കെ ഉടനടി ആശ്വാസം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വല്യമ്മച്ചി വൈദ്യര് പറയാറ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വല്യമ്മച്ചിനാണ് ഒരു എന്റർടൈൻമെന്റ്. ഇവരുണ്ടെങ്കിൽ വീട്ടിൽ ബോറടിക്കാണ്ടിരിക്കുക. വല്യമ്മച്ചിയുടെ മോള് വല്യമ്മച്ചിയെ മിസ് ചെയ്തെന്നും പറഞ്ഞ് നമ്മുടെ തങ്കച്ചിക്കുട്ടി മോളുടെ വീട്ടിലേക്ക് പോവാം. തങ്കച്ചിക്കുട്ടിയെ പിക്ക് ചെയ്യാൻ വേണ്ടി തങ്കച്ചിയുടെ മൂത്ത കൊച്ചുമനായ പ്രിൻസ് ബ്രോ വന്നിട്ടുണ്ട്. വല്യമ്മച്ചി പോയ ശോകത്തിലിരുന്നപ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ വന്നു. കോളേജിൽ പഠിച്ച കൂട്ടുകാരിൽ ഇവൻ മാത്രമേ ഇനി നാട്ടിൽ ബാക്കിയുള്ളൂ. ചെക്ക പുതിയ ബൈക്ക് എടുത്ത്. ബൈക്ക് കണ്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞു സൂപ്പർ ബൈക്ക് ഒരു റൈഡ് കൊണ്ടുവന്നു. പിന്നെ കൊണ്ടുവന്ന് പറഞ്ഞ് ഞാനും ഇവനോട് അണ്ണന്റെ വട കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഇവിടെ 6 രൂപയ്ക്ക് കടി വിട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ 10 രൂപ. ഇവൻ ഇവിടുത്തെ അണ്ണന്റെ വടയുടെ ഹ്യൂജ് ഫാനാണ്. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഉത്സവം കണ്ട് ആന വരുന്നിടം വരെ ഞാൻ നോക്കിയിരുന്നു. അങ്ങനെ ആനയും കണ്ട് ഹാപ്പി ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പൊ ഇത്ര ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ ശരി.